ഹായ്, ഇന്ന് നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആസ് വെൽ ആസ് പെട്ടെന്ന് തീരുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് ഞാനൊരു ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെയാണ് കേട്ടോ എഴുതിയേക്കുന്നത്. ഞാനത് കാട്ടിത്തരാം, നിങ്ങൾ ജസ്റ്റ് അത് പഠിച്ചാൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? മൊത്തം കൂടി 7 പോയിൻറ്റ്സ് ആണുള്ളത്. ഞാൻ എൻ്റെ രീതിക്ക് മാക്സിമം ചെറുതാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പോയിൻറ്റ്സ് ഒന്നും വിട്ടുപോയിട്ടുമില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ പെട്ടെന്ന് കണക്റ്റ് ആവുകയും ചെയ്യും. എക്സാം എഴുതുന്ന സമയത്ത് എന്തെങ്കിലും പോയിൻറ്റ്സ് മറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് വയ്ക്കാം. ഒന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സസ് ഇമ്പോസ്ഡ് ഓൺ ദ മാനുഫാക്ചർ, പർച്ചേസ്, സെയിൽ, ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗുഡ്സ് ഓർ സർവീസ് സപ്ലൈ ചെയ്യുമ്പോഴും മാനുഫാക്ചർ ചെയ്യുമ്പോഴും പർച്ചേസ് ചെയ്യുമ്പോഴും സെയിൽ ചെയ്യുമ്പോഴും ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് മേടിക്കും. രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർഡൻ ഷിഫ്റ്റഡ് ടു ബയർ. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് പേസ്റ്റ് മേടിച്ചു, കോൾഗേറ്റ് പേസ്റ്റ് മേടിച്ചു. അതിന് 100 രൂപയാണ്, 18% GST. നമ്മൾ ആൾക്ക് എത്ര രൂപ കൊടുക്കുക? 118 രൂപയാണ് കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ GST ഒഴിച്ചിട്ടുള്ള എമൗണ്ട് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പം ഇതുകൊണ്ടാണ് ഇതിൽ പറയുന്നത് ബർഡൻ ഷിഫ്റ്റഡ് ടു ബയർ. Although the seller pays the tax to the government, he collected from the customer. ഇപ്പം നമ്മുടെ സെല്ലറാണ് ഗവൺമെൻറ്റിന് ഇൻഡയറക്റ്റ് ടാക്സ് അടയ്ക്കുന്നത്. പക്ഷേ സെല്ലർക്ക് എവിടെ നിന്നാണ് ആ ടാക്സ് കിട്ടുന്നത്? നമ്മുടെ നിന്ന് മേടിച്ചിട്ടാണ് ആ ഒരു സെല്ലറ് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്നത്. അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിർത്തി വെച്ച് ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ഹോട്ടലിൽ പോയി ബിരിയാണി കഴിക്കുമ്പോഴും ബിരിയാണീൻ്റെ കൂടെ നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് നോക്കി കഴിഞ്ഞാൽ അവർ ഈ GST ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ മൊത്തം കൂടിയുള്ള എമൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, വെൻ ടാക്സ് ഇസ് ആഡഡ് ടു ദ പ്രൈസ് ഗുഡ്സ് ആൻഡ് സർവീസ് ബിക്കം കോസ്റ്റിയർ. ഇതിനെ പറയുന്നതാണ് ഇൻഫ്ലേഷറി ഇൻ നേച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നോർമൽ ഒരു പേസ്റ്റിന് 100 രൂപയുള്ളൂ, അതിൻ്റെ കൂടെയാണ് ഇവർ 18% GST ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് പകരം 118 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടി. അപ്പം ഇങ്ങനെ ഇൻഡയറക്റ്റ് ടാക്സ് വരുന്നത് കൊണ്ട് ഒരു ഇൻഫ്ലേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൂടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റത്തെ പോയിൻ്റാണ് സോഷ്യൽ വെൽഫെയർ ടൂൾ. ഗവൺമെൻറ് യൂസ് ഹൈ ടാക്സ് ടു ഡിസ്കറേജ് യൂസ് ഓഫ് ഹാംഫുൾ ഗുഡ്സ്. നമ്മൾ കണ്ടിട്ടില്ലേ, ആൽക്കഹോളിനൊക്കെ നല്ല ടാക്സ് ഉണ്ട്. എന്തിനാണ്? അപ്പം നല്ല ടാക്സ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് നല്ല വിലയായിരിക്കും. അപ്പം നല്ല വിലയുള്ള സാധനങ്ങൾക്ക് അല്ല, മീൻസ് ബാഡായിട്ടുള്ള അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ഗുഡ്സിന് നല്ല ടാക്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ എന്താ ചെയ്യുക? സാധാരണക്കാർ അത് മേടിക്കാൻ നിൽക്കില്ല. അപ്പം ഇതുകൊണ്ട് എന്താ ഒരു ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൊബാക്കോ, ആൽക്കഹോള്, ബാക്കിയുള്ള എന്ന് വെച്ചാൽ നമുക്ക് ദോഷമായിട്ട് വരുന്ന സംഭവത്തിനൊക്കെ ഹൈ ടാക്സ് വെച്ച് കഴിഞ്ഞാൽ അത് മേടിക്കുന്ന ആ ഒരു ഇത് കുറയും എന്നാണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡർ ടാക്സ് ബേസ്. ഇൻഡയറക്റ്റ് ടാക്സ് അപ്ലൈ ടു മോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മളൊന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഗുഡ്സിനും സർവീസിനും ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. അതാണ് വൈഡർ ടാക്സ് ബേസ്. ചെറിയൊരു മുട്ടുസൂചിക്ക് വരെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ടാക്സ്. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് റിഗ്രസീവ് ഇൻ നേച്ചർ. സെയിം ടാക്സ് റേറ്റ് അപ്ലൈസ് ടു റിച്ച് ആൻഡ് പുവർ ഈവൻ ഇഫ് ദെയർ ഇൻകം ലെവൽ ഇസ് ഡിഫറെൻറ്റ്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഇപ്പോൾ കായ്സ് കിച്ചണിലൊരു ബിരിയാണിക്ക് ഓൾമോസ്റ്റ് 150 റുപ്പീസ് ഉണ്ട്, 160 റുപ്പീസ് ഉണ്ട്. അവിടെ പോയിട്ട് ഇപ്പം ഞാൻ കഴിക്കുകയാണെങ്കിലും റിച്ചായിട്ടുള്ള വേറൊരാൾ പോയി കഴിക്കുകയാണെങ്കിലും അവിടെ ബിരിയാണിക്ക് കൊടുക്കേണ്ട എമൗണ്ട് 160 റുപ്പീസ് തന്നെയാണ്. അല്ലാണ്ട് പൈസ കൂടിയ മീൻസ് റിച്ചായിട്ടുള്ള ആൾക്കാർ ഇത്ര പൈസ കൊടുക്കണം, പാവപ്പെട്ട ആൾക്കാർ ഇത്ര പൈസ കൊടുക്കണം, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതാണ് പറയുന്നത് സെയിം ടാക്സ് റേറ്റ് അപ്ലൈസ് ടു റിച്ച് ആൻഡ് പുവർ ഈവൻ ഇഫ് ദെയർ ഇൻകം ലെവൽ ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റത്തെ പോയിൻ്റാണ് കേട്ടോ, നോ പിഞ്ച് ടു സെല്ലർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സെല്ലർ ഡസ് നോട്ട് ഫീൽ ദ പെയിൻ ഓഫ് പേയിങ് ടാക്സ് ആൻഡ് ഹീ കളക്റ്റഡ് ഫ്രം ദ ബയർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നമ്മൾ GST കൂടി കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ടാണ് കൊടുക്കുക. അപ്പം എന്താണ്, നമ്മുടെ കയ്യിൽ നിന്നാണ് ആ ഒരു ടാക്സ് പോയേക്കണേ. കാരണം നമുക്ക് 100 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ 118 രൂപയാണ് കൊടുത്തേക്കുന്നത് ടാക്സും കൂടി കൂട്ടിയിട്ട്. അപ്പം
സത്യത്തിൽ ആർക്കാ പ്രശ്നം? ബയ്യർക്കാണോ സെല്ലർക്കാണോ? ബയ്യറിൻ്റെ പൈസയല്ലേ പോയത്, സെല്ലറിൻ്റെ പൈസ അല്ലല്ലോ. സെല്ലർ ജസ്റ്റ് അത് കളക്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിന് അടച്ചു. അപ്പം നോ പിഞ്ച് ടു സെല്ലർ. അപ്പോൾ സെല്ലർക്ക് വലിയ പ്രശ്നമില്ല, അതാണ് ഇതിൽ പറയുന്നത്. സോ 7 പോയിൻ്റ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിൻ്റ്, ഓൾമോസ്റ്റ് എല്ലാ ഗുഡ്സിനും സർവീസിനും ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡൻ ഷിഫ്റ്റഡ് ടു ബയർ. മൂന്നാമത്തത് ഇൻഫ്ലേഷണറി ഇൻ നേച്ചർ. നാലാമത്തത് സോഷ്യൽ വെൽഫെയർ ടൂൾ. അഞ്ചാമത്തത് വൈഡർ ടാക്സ് ബേസ്. ആറാമത്തെ റിഗ്രസീവ് ഇൻ നേച്ചർ. ഏഴാമത്തെ നോ പിഞ്ച് ടു സെല്ലർ. ചിലപ്പോൾ ഇത് 3 മാർക്കിന് വരാം, ചിലപ്പോൾ മാത്രം. എപ്പോഴും ഇത് മറ്റുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കൂടെയാണ് ഉണ്ടാവുക, അല്ലാണ്ട് ഇതോ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കത്തില്ല. ഓക്കെ, സോ ജസ്റ്റ് എല്ലാം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പം എനിക്കിപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സിന് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. അപ്പം ബൈ ബൈ.